കഴിഞ്ഞ ദിവസം ഒരു ഈവനിങ് ടൈമിൽ ഒ പിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കുട്ടീനെയും കൊണ്ട് ഒരു അമ്മ വന്നു, 2 മാസം പ്രായമുള്ള കുട്ടീനെയും കൊണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോൾ കുട്ടി ലൂസ് മോഷൻ പാസ് ചെയ്യുന്നു, കുറേ തവണയായിട്ട് ലൂസ് മോഷൻ ഇങ്ങനെ പാസ് ചെയ്യുന്നു. മാത്രമല്ല മലം പാസ് ചെയ്യുന്ന സ്ഥലത്ത് ചെറിയ റെഡ് കളറിൽ ഇങ്ങനെ ഒരു എക്സ്പോറേഷൻ പോലെ ഉണ്ട്. അങ്ങനെ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി എടുത്ത് അവർ ന്യൂട്രീഷൻ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിയ സമയത്ത് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, 2 മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അവർ ബ്രസ്റ്റ് ഫീഡിങ് പാറ്റേൺ നോക്കിയ സമയത്ത് ഒരു 5-6 മിനിറ്റ് ഒരു ബ്രസ്റ്റ് ഫീഡ് ചെയ്യും, എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഫീഡ് ചെയ്യും. അങ്ങനെ ഒരു ദിവസം 16 മുതൽ 18 പ്രാവശ്യം വരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യും. അങ്ങനെ ഞാൻ ഇവരുടെ അടുത്ത് ഈ പാറ്റേൺ ഒന്ന് മാറ്റി ഒരു ദിവസം ഒരു 8 പ്രാവശ്യം വരെ ബ്രസ്റ്റ് ഫീഡിങ് 8 പ്രാവശ്യം വരെ മാത്രമാക്കിയിട്ട് ചുരുക്കി ഒരു 3 മണിക്കൂറോളം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. അതുപോലെ ഒരു പ്രാവശ്യം കൊടുക്കുന്ന സമയത്ത് 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ കംപ്ലീറ്റ് ബ്രസ്റ്റ് എംപ്റ്റി ആകുന്നവരെ, അത് കാലിയാകുന്നവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് പാറ്റേൺ മാറ്റി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് ഈ സിംറ്റംസും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടി. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഫസ്റ്റ് പാർട്ട് ആദ്യം കിട്ടുന്ന 5-6 മിനിറ്റിൽ കിട്ടുന്ന പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ടോസും വാട്ടറും മാത്രം അടങ്ങിയിട്ടുള്ള കുട്ടിക്ക് എനർജിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് കൂടുതലായിട്ട് നമ്മളെ കുട്ടിയുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ലൂസ് മോഷനും അതുപോലെ പെരിയാനൽ എക്സ്കോറിയേഷനും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഹൈൻ മിൽക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ വരുന്ന അവസാന ഭാഗത്തോട്ടുള്ള മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിനും ഫാറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ബ്രസ്റ്റ് എംപ്റ്റി ആകുന്നവരെ മിൽക്കും ഹൈൻ മിൽക്കും കുട്ടിക്ക് കിട്ടാവുന്ന രീതിയിൽ വേണം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു.